ഞാനിപ്പോൾ ഇത് നിർത്തിയില്ലെങ്കിൽ ഞാൻ ഈ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യും. ഹായ് ഗൈസ്, സോ ഞാനിന്ന് എൻ്റെ 75 ഹെയർ ചലഞ്ച് നിർത്താൻ പോവാണ്. അതിന് മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തിന് ശേഷമാണ് ഞാൻ നാളെ വീട്ടിൽ പോകുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പൊറോട്ടയും ബീഫും ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിക്കാം. പിന്നെ ഞാൻ ചിലപ്പോൾ വയനാട് ട്രിപ്പും പോകും. സോ എല്ലാം കൂടി നോക്കുമ്പോൾ ഞാനിപ്പോൾ ഇത് നിർത്തിയില്ലെങ്കിൽ ഞാൻ ഈ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യും. പ്രത്യേകിച്ച് ഫുഡാണ്. ഒരു 6 മാസത്തിന് ശേഷം വീട്ടിലൊക്കെ പോകുമ്പോൾ ബീഫും പൊറോട്ടയും ചോറും മീനും ഇതൊക്കെ കഴിക്കാൻ പറ്റാണ്ട് ഇരിക്കണതിനേക്കാളും നല്ലത് ചാലഞ്ച് നിർത്തലാണ്. ചാലഞ്ച് എനിക്ക് പിന്നെയും ചെയ്യാം. ഇനിയിപ്പോൾ നാട്ടിൽ പോയി വന്നാലും പിന്നെയും കുറച്ച് 4-5 മാസം കഴിഞ്ഞിട്ടൊക്കെ ഞാൻ പോവുള്ളൂ. അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ എനിക്കും ചെയ്യാം. പക്ഷേ ഫുഡ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും നിർത്തുകയാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതും എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഫുഡിൻ്റെ മേലെ ഒന്നുമില്ല. ഞാനെന്തായാലും കുറച്ച് മെലിയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് വെയിറ്റൊക്കെ ഒരു 1 കിലോ ഒക്കെ കുറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു 23 ദിവസത്തിനുള്ളിൽ. പിന്നെ റണ്ണിങ് ഞാൻ 1 കിലോമീറ്ററിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു 1.8 കിലോമീറ്റർ നോൺ സ്റ്റോപ്പായിട്ട് റൺ ചെയ്യും. അതിലും കൂടുതൽ റൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കാരണം 1.8 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാലും എനിക്ക് അത്ര വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല. ആദ്യമൊക്കെ 1 കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ ഫുള്ള് മൂക്കിലൂടെ ശ്വാസം ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ എനിക്ക് മൂക്കിലൂടെ തന്നെ ശ്വാസം എടുക്കുക, വായ തുറക്കേണ്ട ആവശ്യം വരുന്നില്ല 1.8 കിലോമീറ്റർ ഓടിയാലും. സോ അത് ഞാനിപ്പോൾ എന്തായാലും നാട്ടിൽ പോയി വന്നാലും ഞാനത് കണ്ടിന്യൂ ചെയ്യും. ഡെയിലി അല്ല, ഒരു വീക്കിലി 2 എങ്കിലും ഓടാൻ ശ്രമിക്കും. പിന്നെ വർക്കൗട്ട് എല്ലാം കൂടി ആയിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെയും ബൈ ബൈ.